കേരളത്തിലൊരു വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയുടെ ബഹുജന ശക്തിയെപ്പറ്റി ഒരു മിത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് പരാജയം പറ്റില്ല. എത്ര പരാജയം ഉണ്ടെങ്കിലും അവർ സമ്മതിച്ചു തരുകയില്ല. BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു ജാതി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയർ ഒരു അജണ്ടയാണ്. സമുദായങ്ങൾ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെ, മഴ കൊള്ളിക്കാനും വെയിൽ കൊള്ളിപ്പിക്കാനും നരകിപ്പിക്കാനും ഈ നിലയിൽ അങ്ങനെ ഇൽട്രീറ്റ് ചെയ്യില്ല ഒരു വിഭാഗവും കേരളത്തിലെ വലതുപക്ഷ മുന്നണി ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഇവർ ചെയ്യും. സണ്ണി ഇടതുപക്ഷ മുന്നണി വിളിച്ചാൽ പോയ സണ്ണിയുടെ ഒരു പരാജയമാവുക. കേരളത്തിലെ മറ്റ് കീഴാള പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ആ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സർക്കാരല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരല്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ടോ? അതുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുണ്ടാകണം. NSSും SNDPയും ചേർന്നിട്ട് കേരളത്തിൽ ഹിന്ദു ഐക്യം കൊണ്ടുവരാനുള്ള ശ്രമം 9ാം ദിവസം തന്നെ തകർന്നടിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഹിന്ദുക്കൾ? ഈ മുന്നണിയുടെ പിന്നിലുള്ള യഥാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ത്? ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ദളിത് ചിന്തകൻ KK ബാബുരാജാണ്. ബാബുരാജ്, സ്വാഗതം. യഥാർത്ഥത്തിൽ NSSും SNDPയും ചേർന്നാൽ ഹിന്ദു ആവും. എന്താണ് ഈ ഹിന്ദു എന്നുള്ള സംജ്ഞ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 2 ജാതിക്കാർ ചേർന്നാൽ ഹിന്ദു ഐക്യം യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ആദ്യമായിട്ട് ഇതിലൊരു സന്തോഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു കപടമായ ഒരു മുദ്രാവാക്യമാണ്. അതിനെ പലവട്ടം കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. 3ാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് ഒരു പുതിയ ഐഡിയ ആയിട്ട് അവർ വരുന്നത്. പക്ഷേ അത് ഗർഭത്തിൽ തന്നെ അലസിപ്പോയതിൽ നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. അതിന് കാരണം ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴത്തെ ഇതിൻ്റെ പിന്നിലുള്ളത് BJPക്ക് ഒരു ഹോൾഡ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം NSSനെ സംബന്ധിച്ച് കാര്യമായിട്ട് അവരുടെ ആൾക്കാരെല്ലാം ഏറെക്കുറെ BJPയിലേക്കും കോൺഗ്രസ്സിലേക്കും ഷെയർ ചെയ്ത് കിടക്കുമ്പോൾ അവർക്കൊരു സമ്മർദ്ദശക്തിയായിട്ട് മാറേണ്ട കാര്യം ഇപ്പം ഇല്ല. മറിച്ച് BJPക്ക് ഇൻറോഡ് തുറക്കണമെങ്കിൽ ഇപ്പോഴും SNDP തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ SNDPയെ വെച്ചുകൊണ്ട് SNDPയിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. അതുപോലെ 2 സഹോദര സംഘടനകളെ ഒരുമിച്ച് ഞങ്ങൾ ചേർത്ത് വെച്ചു. അതാണ് കേരളത്തിലെ 2 പ്രബല സംഘടനകളെ, സമുദായങ്ങളെ ഞങ്ങൾ ചേർത്ത് വെച്ചു. അവർക്ക് ഞങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞൊരു നാഷണൽ ആയിട്ട് തന്നെ ഒരു പ്രചരണം നടത്താൻ കഴിയുകയും ഇവിടെയുള്ള ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയുമായിരുന്നു. അതാണ് അവർക്ക്. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ഇത് ഗുണം ചെയ്യാൻ പോകുമായിരുന്നു. അത് കുറച്ച് നാളെങ്കിലും നിൽക്കുമായിരുന്നു. എന്തായാലും പൂർണ്ണകാലത്ത് നിൽക്കുന്ന നല്ലത്. പക്ഷെ കുറച്ച് നാളത്തേക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് BJPക്ക് നല്ലൊരു പ്രചരണ ആയുധമാവുകയും അടിത്തട്ടിലുള്ള ജനതയെ അവർക്ക് കുറച്ചു നേരം വരെ വഴിതെറ്റിക്കാൻ പറ്റുമായിരുന്നു. അത് സ്വാഭാവികമായി പെട്ടെന്ന് തന്നെ മൃതിയടഞ്ഞു. അതിന് കാരണങ്ങളിലൊന്ന് കാര്യം തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും നിൽക്കുന്ന വലതുപക്ഷ മുന്നണിക്ക് അല്ലെങ്കിൽ ഐക്യമുന്നണിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്പർ ഹാൻഡാണ്. ഈ ഒരു അപ്പർ ഹാൻഡ് ഇത് കിട്ടിയിട്ടുണ്ട്, മുന്നേറ്റം കിട്ടിയിട്ടുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ സമയത്ത് വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ഭരിക്കാൻ ഒരു കാരണവശാലും പോകാത്തൊരു ഐക്യത്തിലേക്ക് പോകണ്ടെന്ന് ഈ NSSൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. മറിച്ച് അവർക്ക് ഇനി കോൺഗ്രസ്സിനകത്ത് നിന്നാൽ തന്നെ കോൺഗ്രസ്സുമായിട്ടൊരു വിലപേശൽ നടത്താൻ കഴിയും. മറ്റവരെക്കാളും കൂടുതൽ കേരളത്തിൽ അവരുടെ ഒരു സാധ്യതയുള്ളതുകൊണ്ട് അത് കളഞ്ഞു കുളിക്കണം എന്നുള്ളതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത്. മറ്റേ SNDPയെ സംബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യം ഈ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു. അത് കേരളത്തിൽ ഏറെക്കുറെ പരാജയപ്പെട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറെക്കുറെ 4-4.5% വോട്ട് താഴെ പോയിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ രീതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് ഈ താഴെ പോയിട്ടുണ്ട്. അത് വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് വീണ്ടും താഴെ ഒരു 2% കുറയാനാണ് സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഐക്യം നിലനിന്നിരുന്നെങ്കിൽ ചിലപ്പം 14, ചിലപ്പം 16 ആവുമായിരുന്നു. ഇപ്പം കിട്ടിയ 14% എന്ന് പറയുന്നത് 16 ആവാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞത്. സന്തോഷിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 വിഭാഗങ്ങൾ, 2 സമുദായ സംഘടനകൾക്കും ശരിക്കും പറഞ്ഞാൽ സ്തംഭിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. കാരണം സാമൂഹ്യ നവോത്ഥാന കാലഘട്ടത്തിൽ സമുദായ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് NSSന് കുടുംബ പരിഷ്കരണവും സമുദായ പരിഷ്കരണമുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതിപ്പം ആരെങ്കിലും NSS പറഞ്ഞിട്ടല്ല അവരുടെ കുടുംബ പരിഷ്കരണം നടക്കും ഒക്കെ നടക്കുന്നത്. NSSുമായിട്ടൊരു ബന്ധമില്ല. മറിച്ച് ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് പോലും അല്ല, ഒരു സാമുദായിക സമ്മർദ്ദ ഗ്രൂപ്പ് പോലും അല്ല. മറിച്ച് അവിടെയുള്ള പ്രമാണിമാരുടെ ചില താല്പര്യങ്ങൾ രാഷ്ട്രീയ സംഘടനകളിൽ ചെലുത്തിക്കൊണ്ട്
അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയല്ലാതെ കൂടുതൽ വ്യക്തിപരമായ സാധ്യത മാത്രമാണ്. അതിനൊരു സാമൂഹ്യ പ്രസക്തി ശരിക്കും ഇല്ല. പക്ഷേ ആധികാരിക ശക്തിയായതുകൊണ്ട്, ഒരു അധികാര ശക്തി ആയതുകൊണ്ട് അതിങ്ങനെ നിലനിൽക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അതിനേക്കാളും ദുർബലമായ രീതിയിലേക്ക് പോയ ഒരു പ്രസ്ഥാനമാണ് SNDP. കാരണം SNDPക്ക് ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെയും പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. മാത്രമല്ല അതിൻ്റെ നേതാക്കന്മാർ, മുൻകാല നേതാക്കന്മാരെന്ന് പറയുന്നവർ ഹിന്ദുക്കളുടെ ഐക്യമല്ല അവർ ആഗ്രഹിച്ചത്, അവർ കീഴാള ഐക്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തോട് വളരെയധികം എൻഗേജ് ചെയ്ത വിഭാഗമാണ്. കേരളത്തിലെ ഒരു സാമുദായിക സൗഹൃദം എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടായത് മുകൾത്തട്ടിൽ നിന്നുണ്ടായതല്ല, അടിത്തട്ടിൽ നിന്നുണ്ടായതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലും ബലത്തിന് കാരണം വിവിധ കീഴാള സമുദായങ്ങളുടെ അകത്തുള്ളായിരുന്ന ഐക്യങ്ങളാണ്. ഐക്യവും സഹവർത്തിത്വവും സാഹോദര്യവുമാണ്. ഈ സാഹോദര്യത്തെ ഉണ്ടാക്കിയെടുത്തതിൽ നല്ല പങ്ക് SNDPക്കുണ്ട്. പക്ഷേ MK രാഘവന് ശേഷം ആണ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്താണെങ്കിൽ വളരെ ഹൈന്ദവ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം നിലപാട് പുലർത്തിയിരുന്നത്. ഞങ്ങളുടെ രാമനല്ല, ഈഴവരുടെ രാമൻ ശ്രീരാമനല്ല, ഞങ്ങളുടെ ദൈവമല്ല എന്ന് വരെയും പറഞ്ഞിട്ടുള്ള, നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റേത് ഈഴവ ശിവനാണെന്ന് പറഞ്ഞിട്ടുള്ള അതേ പാതാവിൽ നിന്ന ആളാണ്. വളരെ ചലഞ്ച് ചെയ്തിട്ടുള്ള, ഹിന്ദുത്വത്തെ ചലഞ്ച് ചെയ്തിട്ടുള്ള, ഹൈന്ദവവൽക്കരണവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, ഹൈന്ദവവൽക്കരണവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വളരെ ദൃഢമായിട്ടുണ്ടായിരുന്ന ഒരു കീഴാള ഐക്യത്തിന് വേണ്ടിയും കീഴാള സമുദായങ്ങളെ തന്നെ പരസ്പരം ഐക്യപ്പെടുത്താനും അതേപോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് വളരെ സൗഹാർദ്ദത്തിൽ പുലർത്തിയിരുന്ന ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു ഉയർന്ന രൂപമായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളിയോട് കൂടി വെള്ളാപ്പള്ളി അധികാരത്തിൽ വരുമ്പോഴത്തേന് അദ്ദേഹം ഒരു തരം ഹൈന്ദവവൽക്കരണമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വലിയൊരു കാര്യദർശിയായിട്ടാണല്ലോ പുള്ളി നിൽക്കുന്നത്. പുള്ളിയെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ കേന്ദ്രമാക്കി പുള്ളി ഉണ്ടാക്കിയ ഒരു ഹൈന്ദവവൽക്കരണം മാത്രമല്ല, ഹൈന്ദവവൽക്കരണത്തിനാണ് പുള്ളി ശ്രമിച്ചത്. മാത്രമല്ല അന്നുണ്ടായിരുന്ന, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ SNDP ആയിട്ടൊരു കാലഘട്ടം നന്നായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഈ സമയത്തുണ്ടായിരുന്ന SNDPയുടെ ശാഖകളിലുണ്ടായിരുന്ന പ്രമുഖരായ ഇതുപോലത്തെ ജനാധിപത്യ ബോധമുള്ളവരെയും കീഴാള സാമുദായിക സൗഹൃദത്തിൽ വിശ്വസിച്ചിരുന്നവർ എല്ലാവരെയും വെട്ടിനിരത്തി ഇല്ലാതാക്കി, പലരെയും ഗുണ്ടാപ്രവർത്തനത്തിലൂടെ തന്നെ ഇല്ലാതാക്കി, അവർക്കൊക്കെ അനാഥരാക്കി മാറ്റിക്കൊണ്ട് പുള്ളിയുടെ ഒരു അനുയായി വൃന്ദത്തെ ഉണ്ടാക്കിക്കൊണ്ട് അത് പണവും ഗുണ്ടാ പരിപാടി പല സ്ഥലത്തും ഗുണ്ടാപ്രവർത്തനം നടത്തിക്കൊണ്ട് തന്നെ ഈ ശാഖകളെ ഏറെക്കുറെ കീഴടക്കുകയും ആ ശാഖകൾ അവരുടെ വോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തി വോട്ടല്ല, പ്രാതിനിധ്യ വോട്ടാണ്. 200 പേർക്ക് ഒരാളാണ്. അപ്പം അത് അധികവും ഇപ്പം മറ്റേ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടൊരു സാമുദായിക സംഘടനയെന്നോ ഒരു ജാതി സംഘടന പോലും അല്ലാതായി മാറിക്കഴിഞ്ഞു. മറിച്ച് ഇദ്ദേഹത്തിനോട് അനാവശ്യമായ, അതായത് ഏറെക്കുറെ ഇങ്ങനെ പറഞ്ഞ പോലെ ആ സമുദായത്തിന് തന്നെ ഒരു ഭാരമായി കഴിഞ്ഞതാണ് മൊത്തത്തിൽ. അതിപ്പം കണ്ടല്ലോ പുള്ളിയെ പറ്റിയുള്ള എതിർപ്പുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ആ സമുദായത്തിന് തന്നെ ഒരു ഭാരമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഗതി വളരെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇതിനകത്തുന്നുണ്ട്. ഒന്ന്, BJPയുടെ രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നതെങ്കിൽ തീർച്ചയായും ഈ വെള്ളാപ്പള്ളിക്ക് സുകുമാരൻ നായരേക്കാൾ അമിത പ്രാധാന്യം കൊടുത്ത ചില സംഗതികൾ വന്നു. അദ്ദേഹത്തിന് ഈ പത്മ അവാർഡ് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ. BJP യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ അടുപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്? ഏതെങ്കിലും ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവ്വ നീക്കം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാൻ കഴിയും? ഉണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു ജാതി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയർ ഒരു അജണ്ടയാണ്, സമുദായങ്ങൾ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലാഷ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു ലക്ഷ്യമാണ്. അത് നമ്മൾ കണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന കീഴാള പൊളിറ്റിക്സിനെ അതിൻ്റെ ചില ഫോഴ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാക്കി നിർത്തുകയും അതിൽ തന്നെ വളരെ വ്യക്തി താല്പര്യമുള്ളവരെ മുകളിലേക്ക് കടത്തിക്കൊണ്ടുപോകും, സാമൂഹ്യ താല്പര്യമുള്ളവരെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയും ചെയ്തു. മാത്രമല്ല ലല്ലു പ്രസാദ് യാദവിനെ പോലുള്ളവരെ ജയിലിലടച്ചുകൊണ്ടാണ് അവരെവിടെയും അത് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ അവർ ചെയ്തിട്ടുണ്ട്, ബീഹാറിൽ അത് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കുക സോഷ്യൽ എഞ്ചിനീയറിംഗ് അതാണ്. ജാതി രാഷ്ട്രീയത്തിനകത്തെ പലതരത്തിലുള്ള ഡിവിഷൻസിനെ പരസ്പരം ഏറ്റുമുട്ടിക്കുക, അതിൽ നിന്ന് അവർക്ക് ഈ ഏറ്റുമുട്ടിയാൽ ഒരു കാരണവശാൽ ഈ വിഭാഗങ്ങൾക്ക് പ്രോമിനൻസ് കിട്ടില്ല, മറിച്ച് അവർ തകർന്നു പോവുകയുള്ളൂ. മറിച്ച് കുറച്ചാൾ അവരെ കൂട്ടി നിൽക്കുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്ന ഒരു വോട്ട് ശതമാനവും, പിന്നെ BJP എന്ന് പറഞ്ഞാൽ മണി പവർ, മാൻ പവർ, പിന്നെ ഇന്ത്യയിലെ വ്യവസ്ഥ അവരാണ്. കോടതി അടക്കമുള്ള വ്യവസ്ഥകൾ, ഇലക്ഷൻ കമ്മീഷനൊക്കെ നിയന്ത്രിക്കുന്ന ശക്തികളല്ലേ. അപ്പം അതിൻ്റെ മുമ്പിൽ ചലഞ്ച് ചെയ്യാനായിട്ട് ഇവർ പോയിട്ട് ഒരു കാര്യമില്ല.
അത് അവരെല്ലാ സ്ഥലത്തും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും സഖ്യകക്ഷികളുടെ ശക്തി എല്ലാവരും തകർക്കുകയും തീരുകയും ചെയ്യും. ചെയ്യും. പക്ഷേ കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ NSSും SNDPയും തമ്മിലുള്ള ഈ ഐക്യം എന്ന് വരുന്ന സമയത്ത് അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. സുകുമാരൻ നായർ റിസർവേഷൻ്റെ കാലം കഴിഞ്ഞു എന്ന് സുകുമാരൻ നായർ കഴിഞ്ഞത് ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ റിസർവേഷൻ എന്ന് പറയുന്ന വിഷയം ഈ സമുദായങ്ങൾക്ക് പ്രസക്തമല്ലാതായിട്ട് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ച് റിസർവേഷൻ അപ്രസക്തമായ സംഗതിയാണോ? വളരെ പ്രസക്തമായും ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന രാഷ്ട്രീയം അത് തന്നെ. ഇന്ത്യയിലെ ഫാസിസത്തെ പോലും തടഞ്ഞു നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് സംവരണത്തിന് വേണ്ടിയുള്ള വാദം. കാരണം സംവരണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റെവല്യൂഷൻ്റെ ഭാഗമായുള്ള ഒരു കാര്യമാണ്. അല്ലാതെ വെറുതെ കുറച്ച് വിഭാഗങ്ങളെ തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയല്ലല്ലോ. ശാക്തീകരണമാണ്. മാത്രമല്ല അത് സ്വയം കാലി നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. അപ്പം ഈ പ്രാപ്തി സ്വന്തം കാലി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈന്ദവ വിരുദ്ധമായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കളുടെ പുറകെ നിൽക്കുന്നവരായി മാറുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പുറകെ നിൽക്കുന്നവരല്ല. അല്ലെ ഹിന്ദുത്വത്തിൻ്റെ സവർണ ഹൈന്ദവതയുടെ ഒരു എതിർശക്തിയായിട്ടാണ് വരുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഫാസിസത്തിനെ എതിർക്കുന്നത്. നമ്മൾ നോക്കുക, നമ്മൾ എഴുതി തള്ളിയിരുന്നു. കാരണം ഈ ഇതിനകത്തെ ഇപ്പം RJDയുടെ അകത്തെ കുഴപ്പം, SP കുഴപ്പങ്ങൾ, അതേപോലെ തന്നെ ഈ ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയം, അതേപോലെ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ, ഇതെല്ലാം ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ BJPയുടെ മുന്നേറ്റ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച അവയൊക്കെ തകർന്നു പോയി. BJP അതിനെല്ലാം തകർത്തു എന്ന് വിചാരിച്ചെങ്കിൽ പക്ഷേ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഉയർന്നു വരുന്നത് ഈ പ്രത്യേകിച്ചും ജാതിയുടെ ഒരു സെൻസസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ അത് അവർ ചിന്തിക്കുന്നില്ല. അത് ദേശീയ തലത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല നന്നായിട്ട് റിയൽ പൊളിറ്റിക്സ് അറിയാവുന്നവരാണ് ഖഡ്ഗേയുള്ളവർ. അങ്ങനെയുള്ളവർ രംഗത്തേക്ക് വരികയും സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാട്, സോഷ്യൽ ജസ്റ്റിസ് വെറും ഒരു വാദം മാത്രമല്ല, ഗവൺമെൻറ്റിൽ മാത്രമല്ല, സാമൂഹിക വിഭാഗങ്ങളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ സംവരണ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. ആ സമയത്താണ് സംവരണം പ്രസക്തമല്ല എന്ന് NSS നേതാവ് പറയുകയും അതിനോട് റിയാക്ട് ചെയ്യാൻ SNDP നേതാവ് മടിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SNDPയുടെ സാമൂഹിക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട മുഴുവനും ഇല്ലാതായിട്ട് SNDP എന്ന് പറയുന്നത് എങ്ങനെയാണോ സാമൂഹിക വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, അതിൻ്റെ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യത കൊടുത്തത്, അതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് സംവരണത്തിനെതിരെ മാത്രമല്ല, അതുപോലെ തന്നെ കീഴാള പൊളിറ്റിക്സിനെതിരാണ്, അതിനു പറ്റുള്ള കാര്യങ്ങളെ പറ്റിയുള്ള മുസ്ലിം പൊളിറ്റിക്സിനെതിരാണ്. ഇപ്പോൾ വേറൊന്ന്, കേരളത്തിലാണ് ആദ്യമായിട്ട് EWS ഇക്കണോമിക്കലി എന്താ പറയുക വീക്കർ സെക്ഷൻ റിസർവേഷൻ കാഴ്ചപ്പാട് കേരളത്തിൽ കൊണ്ടുവരികയും ദേവസ്വം ബോർഡിലൊക്കെ അത് നടപ്പിലാക്കുകയും ഇപ്പോൾ BJP സർക്കാർ ദേശീയ തലത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സാമുദായികമായിട്ടുള്ള ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ഈ വ്യത്യസ്ത സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അവരുടെ രാഷ്ട്രീയവും അവരുടെ പ്രസക്തിയും പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് നമ്മൾ കരുതണം. സാമുദായിക പ്രസ്ഥാനങ്ങളല്ല ഇപ്പോൾ അവർ. അതാണ് നമ്മൾ സാമുദായിക രാഷ്ട്രീയം തകരുകയല്ല, അത് എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഡെഫിനിഷനൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം വർഗീയതയെപ്പറ്റി പറയുന്നുണ്ട്. വർഗീയത എന്ന് പറയുന്നത് ശരിക്കും സമുദായങ്ങളുടെ അധികാരാവകാശങ്ങളെപ്പറ്റി കമ്മ്യൂണലിസം എന്ന് പറയുന്നത് യൂറോപ്പിലെ അതൊരു വലിയ പൊളിറ്റിക്കൽ ഉയർന്ന ജനാധിപത്യമായിട്ടാണ് കണക്കാക്കുന്നത്. കമ്മ്യൂൺ എന്ന് പറയുന്ന കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു ഉയർന്ന ഒരു ജനാധിപത്യത്തിൻ്റെ എൻറിച്ചാവുന്ന ഒരു ഘടകമാണ്. കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻറ്റ് എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ശരിക്കും വളരെ വംശീയവാദികളായ സവർണ ബുദ്ധിജീവികൾ ആണ് യഥാർത്ഥത്തിൽ ഈ സാമുദായികവാദത്തെ ഒരിക്കലും പരിഗണിക്കാതെ, സമുദായം എന്നുള്ള ഇപ്പോൾ അംബേദ്കർ എന്ന് പറഞ്ഞാൽ സമുദായവാദത്തെയാണ് ഉയർത്തിയത്, അതിനെ പരിഗണിക്കാതെ വളരെ ഉപരിപ്ലവമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത് കേരളത്തിൽ EMSൻ്റെ പോലുള്ളവരുടെ അപ്രമാദത്തിൽ നിൽക്കുമ്പം അതിനെ പരിഭാഷപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരു സംവാദവും നടത്തിയിട്ടില്ല, ഇവർ അകത്തേക്ക് നോക്കിയിട്ടില്ല. ഇടതുപക്ഷം പോലുള്ള അല്ലെ ലിബറൽ ബുദ്ധിജീവികൾ നമ്മുടെ സാമുദായിക രാഷ്ട്രീയത്തിനകത്തേക്ക് ഇവർ പ്രവേശിച്ചിട്ട് പോലുമില്ല. അവർ ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ. മറിച്ച് സാമുദായിക രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് കുറഞ്ഞു പോയെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവല്ലേ രാഹുൽ ഗാന്ധി, അദ്ദേഹം അത് തന്നെയല്ലേ ഉന്നയിക്കുന്നത്. വേണ്ട,
BJPയുടെ അകത്ത് തന്നെ BJPയുടെ പഴയ രീതിയിലല്ല ഇവർ ഇപ്പം മോദി പറയുന്നത്. മോദി ഇതിനെ വീണ്ടും അവരുടെ ഒപ്പം നിർത്താവുന്ന രീതിയിലാണ് പറയുന്നത്. വ്യാജമാണെന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ആ പ്രതിനിധാന സ്വഭാവത്തിൽ മാറ്റം വന്നു. അതായത് ഇവരല്ല പ്രധാനം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ സത്യത്തിൽ നേരത്തെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ ആയിട്ട് വളർന്നു വന്ന ഈ പ്രസ്ഥാനങ്ങൾ NSS ആയാലും പിന്നെ SNDP ആയാലും ശരി, അതിൻ്റെ കാലത്തിനപ്പുറം പുതിയ തരത്തിലുള്ള ഒരു സബാൾട്ടേൺ പൊളിറ്റിക്സ് ഉയർന്നു വരുന്നുണ്ടോ? കേരളത്തിൽ അതിശക്തമായിട്ടുള്ളൊരു ദളിത് മൂവ്മെൻ്റ് ഉണ്ട്, അതിശക്തമായിട്ടുള്ള ആദിവാസി മൂവ്മെൻ്റ് ഉണ്ട്, അതിശക്തമായ ന്യൂനപക്ഷങ്ങളുടെ മുന്നേറ്റങ്ങളുണ്ട്. ഇവയെല്ലാം ഉയർന്നുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള രാഷ്ട്രീയം എമർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴും? ഇപ്പോഴുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളിൽ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഇതിൻ്റെ ഒരുപാട് സാധ്യതകൾ, പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രൂപീകരിക്കുന്ന സമയത്ത് VP സിംഗിൻ്റെ കാലത്തൊക്കെ നമ്മളൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ളവരാണ്. അതേപോലെ തന്നെ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ തുടക്കകാലം മുതൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സഹായിച്ച് നിൽക്കുന്നവരാണ്. പക്ഷേ നമ്മളത് അവസാനിപ്പിച്ചിട്ടില്ല. നമ്മളപ്പോൾ ഒരാളും നിരാശപ്പെട്ടു പോയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. മറിച്ച് ഇതിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊരു മുഖ്യധാര പൊളിറ്റിക്സിലേക്ക് ഇത് കടന്നു വരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സാധ്യതകൾക്കുള്ള ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ? ഉദാഹരണത്തിന് CK ജാനു UDFൻ്റെ ഭാഗമായി മാറി. അതൊരിക്കലും അവർ ഈ BJPയുടെയും അതിൻ്റെയൊക്കെ ഈ അയൽപത്ത് എണ്ണയിൽ ഇങ്ങനെ കുറേ നിറങ്ങി നിന്നിട്ട് അവസാനം ഗതികെട്ടിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ അവരെ ഇപ്പോൾ UDF ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാർഡ്. അതേപോലെ ഇപ്പോൾ സണ്ണി കബീബ് കാർഡ്, എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. സണ്ണി കബീബ് കാർഡിനെ പോലെ ഒരാളെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ തരത്തിൽ കുറേയേറെ പുതിയ തരത്തിലുള്ള ചിന്തകർ, പുതിയ രാഷ്ട്രീയം പതുക്കെയാണെങ്കിൽ കേരളത്തിലെ ഒരു ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണണ്ടേ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ പ്രശ്നം, ജാനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് വളരെ വലിയ കാര്യമാണ്. അത് ഐക്യമുന്നണിക്ക് മാത്രമാണ് കഴിഞ്ഞത്. ഐക്യമുന്നണിയാണ് അങ്ങനെ ചർച്ചയ്ക്ക് കൊണ്ടുപോയത്, ഐക്യജനാധിപത്യ മുന്നണി. രണ്ടാമത്തെ പ്രശ്നം സണ്ണിയുടെ കാര്യത്തിൽ സംശയാസ്പദമായിട്ട് കാണേണ്ടതില്ല. ഏറെക്കുറെ 99% ആണ്. കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് ഇച്ചിരി കൂടെ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൽ നമ്മൾ ആദ്യം കാണേണ്ട കാര്യം സണ്ണി ഇതിന് സന്നദ്ധനായി എന്നുള്ളതാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. ആദ്യത്തെ കാര്യം. കാരണം നമ്മളിതുപോലത്തെ വളരെ ബാല്യകാലമാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതറിയാവുന്ന ഒരാൾ ഇതിന് സന്നദ്ധനായി. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ സന്നദ്ധനാകുന്നതിലൂടെ എനിക്ക് തോന്നുന്ന 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേരളത്തിലൊരു വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയുടെ ബഹുജന ശക്തിയെപ്പറ്റി ഒരു മിത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഭയങ്കര ബഹുജന ശക്തിയാണ്, അതൊരിക്കലും തകർന്നു പോകില്ല, ഒരിക്കലും അവർക്ക് പരാജയം പറ്റില്ല. എത്ര പരാജയം ഉണ്ടെങ്കിലും അവർ സമ്മതിച്ചു തരുകയില്ല. അതിന് കാരണം അവരുടെ ബഹുജന ശക്തി എന്ന് പറയുന്നത് അതിശക്തമാണ്, അതിനൊരു മാറ്റവും ഇല്ലെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അവരിപ്പം 99 സീറ്റ് കിട്ടി, 110നെ പറ്റി മാത്രമേ ചിന്തിക്കാൻ അവർക്ക് കഴിയുള്ളൂ. പരാജയപ്പെടാനുള്ള സാധ്യതയെപ്പറ്റി അവർക്ക് യാതൊരു ധാരണയില്ല. അതിന് കാരണം അവരുടെ ഉറച്ച വോട്ട് ബാങ്കായിട്ട് അവർ കാണുന്ന ഇത് ഈഴവ സമുദായത്തിൻ്റെ മേഖല തിരിച്ചുള്ള ഈഴവ സമുദായത്തിൽ, പിന്നെ ദലിത് വോട്ടുകളുമാണ്. ദലിത് വോട്ടുകളുടെ ഒരു പ്രത്യേകത നമ്മൾ വിചാരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69% ദലിത് വോട്ടുകളാണ് പിണറായി വിജയൻ ഗവൺമെൻറ് കിട്ടിയത്. അതിനു മുമ്പത്തുള്ള തെരഞ്ഞെടുപ്പിലുള്ള 59-ൽ നിന്ന് 10% കൂടി ഈഴവ വോട്ടുകളാണ് 15% അവർക്ക് അനുകൂലമായി മാറി. അതേപോലെ തന്നെ അവർണ ജനത, ഈഴവേതര പിന്നോക്കക്കാരുടെ 67% വോട്ടുകൾ ഇവർക്കാണ് കിട്ടിയത്. ഇത്ര ഒരു വോട്ട് കിട്ടുന്നവരെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു വോട്ട് ബാങ്കാണെന്നുള്ള സങ്കല്പമാണ് അവർക്കുള്ളത്. പക്ഷേ ഈ സങ്കല്പം പൊളിഞ്ഞു പോവാതെ, അതായത് ഒരു ഭരണം 5 വർഷം വരുമ്പോൾ മാറുന്നതിനപ്പുറം വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് എന്നുള്ള സങ്കല്പം പൊളിയണ്ട ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതാണ് നല്ലത്. കാരണം വോട്ട് ബാങ്ക് സുരക്ഷിതമായിരുന്നെങ്കിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നോമിനലായ ആൾക്കാരെ എങ്ങനെ സംവരണം ഉള്ളതുകൊണ്ട് കുറേ പേരെ എടുത്തുകൊണ്ടിരിക്കുമല്ലാതെ ഒരിക്കലും ഈ ജനവിഭാഗത്തിൻ്റെ പ്രശ്നം അവർക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒറ്റ ദലിത് മന്ത്രിയില്ല, ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ ഗ്രാൻഡ് ഒരിക്കലും വിശ്വസിക്കാൻ മേലാത്ത കാര്യമല്ല. എത്രയോ കുട്ടികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠനം നിർത്തിപ്പോയത്. അതുപോലെ തന്നെ ഈ സാംസ്കാരിക രംഗത്ത് ഇപ്പം ചെയ്യുന്ന ഈ മധ്യവർഗത്തിൽപ്പെട്ട കുറേ ആൾക്കാരെ വീണ്ടും ഭരണകൂടത്തിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട്
സ്ഥാപിച്ചു നിർത്തുക. അങ്ങനെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിന് പകരം, രാഷ്ട്രീയ ഗവൺമെൻറ് ആവുന്നതിന് പകരം ഒരു ഉപജാപക സംഘത്തിൻ്റെ കീഴിലേക്ക് വരികയും അവർക്ക് സാമുദായികമോ വർഗപരമായ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നവും പരിഹരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നൽ. രണ്ടാമത്തെ പ്രശ്നം, എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ ആശാസമരം നടക്കുമ്പം ഒരിക്കലും കോൺഗ്രസ്സുകാർ അത്രയും ചെയ്യില്ല. അത് ഏത് കോൺഗ്രസ്സുകാരും ഞാനങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഏത് കോൺഗ്രസ് ആന്റണി ആയാലും ആര് വന്നാലും ഈ ആശാസമരത്തിന് ഇത്രയും ഇട്ട വെള്ളം നരകിപ്പിക്കാൻ, അല്ലേ, മഴ കൊള്ളിക്കാനും വെയിൽ കൊള്ളിപ്പിക്കാനും നരകിപ്പിക്കാനും ഈ നിലയിൽ ഇൽട്രീറ്റ് ചെയ്യില്ല. ഇത്ര ട്രീറ്റ്മെൻറ്റ് വേറെ ഒരു വിഭാഗവും കേരളത്തിലെ വലതുപക്ഷ മുന്നണി ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഇവർ ചെയ്യും. അതുപോലെ ദലിതരോട് അത്ര ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 9 പേരെയാണ് വെടിവെച്ച് കൊന്നത്. അതേപോലെ 17 ലോക്കപ്പ് മർദ്ദനമാണ് നടന്നത്. ആദിവാസികളുടെ മേൽ നടക്കുന്ന അക്രമങ്ങൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. ദലിതരുടെ മേലുള്ള മർദ്ദനം, ദലിത് സ്ത്രീകളുടെ മേലുള്ള മർദ്ദനം 7-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഇവരുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുക, അത് വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. അതിദരിദ്രത ഇല്ലാതാക്കി, പക്ഷേ നമ്മൾ നോക്കുന്നിടത്ത് പഴയ എല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വ്യാജ പ്രചരണം, മിസ് ഇൻഫർമേഷൻ എന്ന് പറയും, വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു ഉപജാപക സംഘം അല്ലെങ്കിൽ ഒരു PR വിഭാഗം ഭരണം നിർവഹിക്കുകയും അതിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ മുന്നണി, അതിൻ്റെ അവർക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ദലിതർ പോലുള്ള വിഭാഗങ്ങൾ അവരുടെ ഉറച്ച വോട്ട് ബാങ്ക് അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർ ആ തരത്തിലൊരു സോഷ്യൽ അവയർനെസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരും. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഫോർ എക്സാമ്പിൾ വളരെ ക്ലിയർ ആയിട്ട്, പ്രത്യേകിച്ച് മുസ്ലിംസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ സർക്കാരിനോടും ഈ സംവിധാനത്തോട് എതിർപ്പ് പോയി. പക്ഷേ കേരളത്തിലെ മറ്റ് കീഴാള പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ആ തരത്തിലൊരു പൊളിറ്റിക്കൽ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സർക്കാരല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരല്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ടോ? അതുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുണ്ടാകണം. അതിനുവേണ്ടി ഗുണകരമാണ് സണ്ണിയുടെ സണ്ണിയുടെ സ്ഥാനാർത്ഥി, അതുപോലെ ജാനുവിൻ്റെ വരവ്. അതാണ് അതിൽ കോൺഗ്രസ്സിനാണ് ഉൾക്കാഴ്ചയുള്ളത്. മാത്രമല്ല പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, സണ്ണിക്കിപ്പം ഇടതുപക്ഷ മുന്നണി വിളിച്ചാൽ പോകുമായിരുന്നു. സണ്ണി ഇടതുപക്ഷ മുന്നണി വിളിച്ചാൽ പോയാൽ സണ്ണിയുടെ ഒരു പരാജയമാവുമായിരുന്നു. വേറൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ കഴിച്ചാൽ ലെഫ്റ്റ് സർക്കിൾസ് ഒന്ന് സണ്ണിക്കെതിരായിട്ട് വളരെ ഹീനമായിട്ടുള്ള വ്യക്തിഹത്യയുടെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇയാൾ വൈലിയായിരുന്നു, വൈലി പിന്നീട് അനിൽകുമാറായി, അനിൽകുമാർ സണ്ണിയായി, സണ്ണി തന്നെ വേറൊരു സണ്ണി ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ വാദം ശരിക്കും ഇടതുപക്ഷവും ഉന്നയിക്കുന്നുണ്ട്, RSS ഉന്നയിക്കും, രണ്ടുപേരും ഒരുമിച്ച് കൂടുവാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരാളെ എങ്ങനെയാണ് എക്സാമ്പിളാണ് ഇത് ഈ സിസക്ക് പറയുന്നൊരു വാക്കുണ്ട്. ഈ അമേരിക്കയുടെ പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു അധോലോകമുണ്ട്. ആ ഇപ്പം മുസ്ലിങ്ങൾക്കെതിരെ ചില ആക്രമണങ്ങളൊക്കെ ചിത്രങ്ങളായി വരുമ്പോഴത്തേന് അമേരിക്കയുടെ പോപ്പുലർ കൾച്ചറിൻ്റെ അധോലോകം, അശ്ലീല ഒബ്സിൻസ് എന്നാണ്, വളരെ ഒബ്സീനായിട്ടുള്ള സങ്കല്പങ്ങളെടുത്ത് അവർക്കെതിരെ പ്രയോഗിക്കപ്പെടും. അമേരിക്കയുടെ പൊതുബോധത്തിൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം അന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഇന്ത്യയിലെ RSSകാർ ദലിതരെ പറ്റിയും അതേപോലുള്ള മറ്റ് ചില വിഭാഗങ്ങളെ പറ്റിയും പുലർത്തുന്ന ഒബ്സീനായ കാര്യങ്ങളാണ് ശരിക്കും സണ്ണിക്കെതിരെ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ നോക്കുന്നത് എങ്ങനെയാണ്, സണ്ണിയുടെ പേര് എന്ന് പറയുന്ന സണ്ണി കപ്പിക്കാട് ഒരു സത്യം പറഞ്ഞാൽ വീട്ടിൽ വിളിപ്പേരാണ്. വേറെ ഏതൊരു സണ്ണി ഉണ്ടായിരുന്നു, ആ സണ്ണിയുടെ പേര് ഇദ്ദേഹം മോട്ടിച്ചെടുത്തതാണ്. സത്യം പറഞ്ഞാൽ സണ്ണി എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ്. ഞങ്ങളെല്ലാം വളരെ ചെറുപ്പത്തിൽ അറിയാവുന്ന മനുഷ്യനാണ്. അപ്പോൾ സണ്ണിയുടെ വിളിപ്പേരാണ്. ഈ വിളിപ്പേര് അദ്ദേഹം ഒരു എഴുത്തുകാരനൊക്കെ ആയി മാറി. ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം എഴുത്തുകാരന് മുമ്പ് അദ്ദേഹം നാടകം സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ഒരു തൂലികാനാമമായിട്ട് പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് തന്നെ. കപ്പിക്കാട് എന്നുള്ള പ്രദേശം ഇവിടെ വെച്ച് സണ്ണി കപ്പിക്കാട് എന്നുള്ള പേര് വെക്കുകയാണ് ചെയ്തത്. എത്രയോ പേര് ഇവിടെ തൂലികാനാമം വെച്ചിട്ടുണ്ട്. പിന്നെ വിളിപ്പേര് പലരും സ്വന്തം പേരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ സത്യം. ഈ സത്യത്തെ പെന്തക്കോസ് എന്നാണ് പറയുന്നത്, പെന്തോ എന്നാണ് അവർ പറയുന്നത്. പെന്തക്കോസുകാരനാണ്. ഈ പെന്തക്കോസ്തുകാർ സമൂഹത്തിൽ അവഗണിക്കാവുന്ന ഒരു പെന്തക്കോസ് അല്ല എന്നുള്ള സത്യം എനിക്കറിയാം. പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് പൂർണ്ണമായിട്ടറിയാം. ഞങ്ങൾ അയൽപ്പക്കമാണ്, ബന്ധുക്കളുമാണ്, അത്രയും ഡീപ്പായ ബന്ധം. അപ്പം പെന്തക്കോസ്താന്ന് വിളിക്കുക. അതിലൂടെയൊക്കെ എന്താ ചെയ്യുന്നത്, RSSകാരതൊക്കെ വിളിക്കൊടുത്ത്, അതായത് മനുഷ്യരെ എത്രമാത്രം ഒബ്സീനായിട്ട് ചിത്രീകരിക്കാവോ ആ ഒബ്സീനായിട്ട് അവർ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ
ഞങ്ങളുടെ തിരുവിതാംകൂർ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ വിലപ്പോവില്ലെന്നാണ് ഞാൻ ഇപ്പോൾ പോയില്ല. ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ദലിത് ക്രൈസ്തവരും ദലിത് ഹിന്ദുക്കളും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ഓരോ വീട്ടിലും തന്നെ ഉള്ളതാണ്. സാമൂഹ്യ നവോത്ഥാന ഘട്ടത്തിൽ മതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന വീടുകളാണുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിൽ പോലും വേണമെങ്കിൽ നോക്കുവാണെങ്കിൽ ഒരു ദലിത് ഇതിങ്ങനെ വളരെ ശക്തമായ രീതിയിൽ സോഷ്യൽ റിയാലിറ്റിയുടെ ഭാഗം. സണ്ണിക്കെതിരായിട്ടുള്ള ഈ വ്യക്തിഹത്യ വിജയിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇത് പുതിയതല്ല. ഇതിനു മുമ്പ് ഞാനൊരു 10-15 വർഷം മുമ്പ് ഈ DHRM സ്റ്റാർട്ട് ചെയ്ത സമയത്ത് DHRMനെതിരായിട്ട് ഇതേ തരം ക്യാമ്പയിനാണ് ഈ രണ്ട് RSSന്റെ ഭാഗത്തും CPMന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതിഭീകരമായിട്ട് അവരെക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയത് പോലീസിന്റെ വെച്ചിട്ടുള്ള. അപ്പൊ ഇത് വളരെ കാലങ്ങളായിട്ട് മധ്യ തിരുവിതാംകൂറിന്റെ ഒരു ഇതിൽ അത് വിജയിക്കില്ല, അല്ലെങ്കിൽ നമുക്കതിനെ എതിരിട്ട് പ്രചരണ രംഗത്ത് വെച്ച് എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായം. അതിനുള്ള ശേഷിയുണ്ട്. ശേഷി നമുക്ക് ഉണ്ട്, മാത്രമല്ല വിജയിക്കുകയില്ല. മാത്രമല്ല അവിടെയുള്ള ദലിത് ക്രൈസ്തവരുടെ വോട്ട് നന്നായിട്ട് സണ്ണിക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു റീഡിങ്. വൈക്കം ജില്ലയിൽ നന്നായിട്ട് വൈക്കം താലൂക്ക് അല്ലെങ്കിൽ വൈക്കം നിയോജകമണ്ഡലത്തിൽ ദലിത് ക്രൈസ്തവ സമൂഹം നന്നായിട്ടുണ്ട്. അവരുടെ വോട്ട് സണ്ണിക്ക് അനുകൂലമായിട്ട് തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കീഴുള്ള ദലിത് വിഭാഗങ്ങൾക്കിടയിൽ ഒരു പുതിയ തരത്തിലുള്ള പൊളിറ്റിക്സ് എമർജ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സണ്ണിയുടെ വരവോടുകൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും 14 ജില്ലകൾ 14 സംവരണ വാർഡുകളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. നന്നായിട്ട്. ഇതിന് വേറൊരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ദലിത് അതുപോലെ ആദിവാസി രാഷ്ട്രീയം വളരെ ശക്തിയായിട്ട് മുന്നോട്ട് വരുന്നതിന് പുറമെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ തരത്തിലുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചട്ടുകമോ അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗപ്പെട്ടിരുന്നതാണ് ഈ മുസ്ലിം വിരുദ്ധത. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള വളരെ വ്യാജമായുള്ള പ്രചാരണം കേരളം ഒഴുക്കെയുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ അതിഭീകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പള്ളിയും അതിനകത്തുണ്ടായിരുന്നു, മറ്റ് പല സാമൂഹിക വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ ഒരു പൊളിറ്റിക്സ്, ഇസ്ലാമോഫോബിയയുടെ പൊളിറ്റിക്സ് ഇപ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമോഫോബിയെ പറ്റി നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ കുറച്ചായാലും ദലിത് വ്യവഹാരത്തിൽ നിന്നവരാണ് ആദ്യമായിട്ട് ഇതിൽ ധീരമായിട്ട് ഇറങ്ങി വന്നത്. അപ്പം പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എത്രയോ വർഷം, ഒരു 10, 15, 20 വർഷം മുമ്പ് സത്യം പറഞ്ഞ് ഞാനൊക്കെ എൻ്റെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കിയതാണ്. ചില പഠനങ്ങൾ നടത്തിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ, കേരളത്തിൽ അതിശക്തമായി ഇന്ത്യ ഒരു ഇസ്ലാമോഫോബിയ ആയിരിക്കും അവർ ആയുധമാക്കാൻ പോകുന്നതും. അല്ലെ ഫാസിസ്റ്റ് വിരുദ്ധതയെ പറ്റിയുള്ള ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധത എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വെറും നാസി മോഡലിലല്ല നമ്മൾ കാണേണ്ടത്. ഇവിടുത്തെ സാമുദായിക അടിത്തറയുണ്ടെന്നും ഒരു സവർണ ബലമുണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെയൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമോഫോബിയെ പറ്റി പഠിക്കുക. പക്ഷേ ധീരമായിട്ട് രംഗത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞു അനുകൂലമായിട്ട്. ഇപ്പോൾ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ലോസുകളും ഉണ്ടാവുന്നുണ്ട്. ഒരു ബുദ്ധിജീവി, സ്വതന്ത്ര ബുദ്ധിജീവിയായി നടന്നു കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കളഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും നിന്നതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേര് വർദ്ധിച്ചു. പ്രത്യേകിച്ച് ഈഴവരുടെ ഒരു ശ്രീനാരായണീയരുടെ വലിയൊരു വിഭാഗം ഉയർന്നുണ്ട്. ഇപ്പം ബാബുരാജ് ഭഗവതി, സുന്ദർ പോലുള്ളവർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോഹൻ ഗോപാലിനെ പോലുള്ള ആൾക്കാരെല്ലാം ഇതിനെ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് കേൾവിക്കാരുമുണ്ട്. അവർ പറയുന്നത് കേൾക്കുന്ന ഉള്ളവർ ഒരുപാട് പേര്. മാത്രമല്ല ഇപ്പം പേര് പറയുന്ന ഇവർ മാത്രമല്ലല്ലോ, ഒരുപാട് പേര് ലേഡീസ്, സ്ത്രീകൾ, ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അങ്ങനെ വന്നൊരു വലിയ മാറ്റത്തിന് കാരണമായതുകൊണ്ടും അത് ചലഞ്ച് ചെയ്ത് നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുന്നത് RSSകാർ ഇത് പിന്നെയാണ് മനസ്സിലാക്കുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഫാസിസത്തിന് ആയുധങ്ങൾ ആദ്യം കൊടുക്കുന്നത് കേരളത്തിലെ വ്യവസ്ഥാപിത ഇടതുപക്ഷമാണെന്നുള്ള സത്യമായ കാര്യം. നിങ്ങൾ സംവരണത്തിൻ്റെ ചരിത്രം നോക്ക്, ഈ മുസ്ലിം വിരുദ്ധയുടെ ചരിത്രം നോക്ക്. ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിമാഫോബിയ എന്ന് പറയുന്ന ഒരു വാദം കേരളത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചില മുസ്ലിം സംഘടനകൾ, മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന കുത്തിത്തിരിപ്പാണ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് എന്നോട് ആർഗ്യുമെൻറ്റ് വെച്ചവരുണ്ട്. കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ അറിയാം അങ്ങനെ പറയുന്നത്. മോദി പറഞ്ഞ മാതിരി തന്നെയാണ്, ഉടുപ്പ് കണ്ടാൽ അറിയാം, സ്ഥാനാർത്ഥിയെ കണ്ടാൽ അറിയാം എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. ആയുധം കൊടുക്കുന്നത് അതേപോലെ തന്നെ അച്യുതാനന്ദൻ കേരളത്തിലെ വലിയ ആളാണ്. പക്ഷെ അദ്ദേഹം അല്ലേ പറഞ്ഞത് മലപ്പുറത്ത് കോപ്പി അടിച്ചെന്ന് പറഞ്ഞത്. അതൊരു ഒരു വളരെ വ്യാപകമായി ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രിജുഡീസ് ആയിട്ടാണ്. പ്രജുഡീസിനപ്പുറം ഈ ഇസ്ലാമോഫോബിയ, അത് നമ്മൾ ഇസ്ലാമോഫോബിയെ അതിജീവിക്കണം എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതം കൊണ്ട് തന്നെയാണ് അതിന് മറികടക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു ഭയങ്കരമായ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വലിയ രൂപമാണ്. ഈ രൂപം ഇവരിപ്പോഴും ഫാസിസം ഉണ്ടെന്ന് പോലും അംഗീകരിക്കുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ല, CPM ഫാസിസമായോ എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല. അടിസ്ഥാനപരമായിട്ട് അവർ ഫാസിസ്റ്റ് അംഗീകരിച്ചിട്ടില്ല. സവർണ്ണ മേധാവിത്വം ഉണ്ടെന്ന് പോലും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന ഇപ്പോഴും വേറെയൊക്കെയാണല്ലോ. സവർണ്ണ മേധാവിത്വത്തെ പറ്റി പറയുന്ന ഒരു ടെസ്റ്റില്ല അവർക്ക്. ബ്രാഹ്മണിസത്തെ പറ്റി, സംവരണത്തെപ്പറ്റി ഒരു ടെസ്റ്റൊന്നുമില്ല അവർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു ടെസ്റ്റും ഇല്ല. ഈ പറയുന്ന ഒരുപക്ഷെ സോഷ്യലിസ്റ്റുകൾ കുറെ കൂടി സീരിയസ് ആയിട്ട് പണ്ട് മുതലേ കൂടുതൽ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നത് അവർക്ക് ഇപ്പം RJDയുടെ അടിത്തറ, അവിടെ ഇരിക്കുന്നത് ഇത് മുലായം സിംഗിൻ്റെ അടിത്തറ ഒക്കെ സോഷ്യലിസ്റ്റുകളല്ലേ. ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾക്കൊരു രാഷ്ട്രീയമുണ്ട്, സോഷ്യലിസ്റ്റുകൾക്ക് വിലയുണ്ട് ഇപ്പോഴും. പക്ഷേ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ EMSൻ്റെ ആ തത്വചിന്തയുടെ അകത്ത് EMSന് താല്പര്യം ഉണ്ടായിരുന്നു. ബ്രാഹ്മണിസത്തെ സംരക്ഷിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സനാതന ഹിന്ദുത്വത്തെ തന്നെയാണ് ജാതി വ്യവസ്ഥയെ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. ചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അകത്തൂടെ നമ്മൾ കടന്നുപോയാൽ ഇദ്ദേഹം ജാതി വ്യവസ്ഥ വലിയ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ശങ്കരനാണ് ഇന്ത്യയിലെ ഹെഗൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിനപ്പുറത്തേക്ക് കടന്നു പോയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കിയ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായവർ പലപ്പോഴും മുഖ്യധാര ഹിന്ദുത്വത്തിന് ആയുധങ്ങൾ കൊടുക്കുകയാണ്. ആ ആയുധങ്ങളാണ് ഹിന്ദുത്വം പ്രയോഗിക്കുന്നത്. ഇപ്പം തന്നെ മുസ്ലിം ലീഗാണ് ഏറ്റവും നമ്പർ 1 ശക്തി എന്ന് മോഡിയല്ലേ ഇവിടെ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അല്ലെ ജമാഅത്ത് ഇസ്ലാമിനെ അവർ ഒതുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നോക്കി എത്ര മാസമായി. സത്യം പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല പ്രസ്ഥാനത്തെ, അത് വലിയ പ്രസ്ഥാനമായിട്ടും അംഗീകരിക്കുന്നില്ല. പക്ഷേ അതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നതാണ് മുസ്ലിം ലീഗിലൂടെ മുസ്ലിം സമുദായത്തെ, ഇത് തന്നെയാണ് ഒരു ഹിന്ദുവിൻ്റെ ആഗ്രഹം. ഒരു സവർണ്ണ ഹിന്ദുവിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് മുസ്ലിമിൻ്റെ പാർശ്വവൽക്കരണം തന്നെയാണ്, ഗെറ്റോവൽക്കരണമാണ്. ഈ ഗെറ്റോവൽക്കരണത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെ അതിനെപ്പറ്റി ഒരു ഉപരിപ്ലവമായ ധാരണ മാത്രം. ഒരാൾ അവരുടെ ചിന്തകർ പോലും വളരെ ദുർബലമായ ചില കണ്ടെത്തൽ നടത്താൽ ഒരിക്കലും ആത്മീയമായിട്ട് ആ ജനതയോട് ഐക്യപ്പെട്ട് നിൽക്കും. ഇപ്പം ഈ സത്യത്തിൽ ഇപ്പോഴുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ നോക്കിയാൽ കേരളത്തിലെ ആയാലും ഇന്ത്യയിലായാലും ഏറ്റവും ശക്തരായ പുതിയ ചിന്തകർ ഉയർന്നു വരുന്നത് ദളിത് സമുദായത്തിൽ നിന്ന്, ആദിവാസി സമുദായത്തിൽ നിന്ന്, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം, മോസ്റ്റ് ഓഫ് ദ സ്ട്രോങ് തിങ്കേഴ്സ്. ആ നിലയ്ക്ക് ഒരു പുതിയ തരത്തിലുള്ള പൊളിറ്റിക്സും സോഷ്യൽ സയൻസും ഉയർന്നു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള NSSും SNDP തമ്മിലുള്ള ഈ എന്താ പറയുക, ഈ പ്രേമബന്ധം തകർന്നത് പുതിയൊരു രാഷ്ട്രീയം എമർജ് ചെയ്തതിന് ലക്ഷണമായിട്ട് തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ ഏറ്റവും അന്നാരം മുതൽ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. മറിച്ച് ഇടതുപക്ഷം എന്ത് ചെയ്തു? ഇടതുപക്ഷം അതിനെ അംഗീകരിച്ചുകൊണ്ടിരുന്നു അല്ലേ. ചിന്തിക്കാൻ മേലാത്ത ദുരന്തമാണ് ശരിക്കും പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തത്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഉപജാപ സംഘവും ആ പ്രസ്ഥാനത്തിനുണ്ടാക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ വേറൊരു കാര്യം, വേറൊരു പ്രസ്ഥാനമായിരുന്നു. ഇപ്പം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെങ്കിൽ ഇത്രയൊന്നും നടക്കില്ലായിരുന്നു. പിണറായി വിജയന് എതിർവാദം ഇല്ല, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് അല്ലേ. പിണറായി വിജയൻ പറയുന്ന ഇച്ഛകൾക്കനുസരിച്ച് പാർട്ടി പൂർണ്ണമായിട്ടും അതിൻ്റെ സാംസ്കാരിക മുന്നണിയെല്ലാം ചലിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട നവോത്ഥാനത്തിനുള്ള പിന്മടക്കം മാത്രമല്ല, നമ്മുടെ സ്വതന്ത്രമായ സാമൂഹ്യ വികാസത്തിന് തന്നെ വിരുദ്ധമായ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ SNDP NSSൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കുക. അതാണ്. അല്ല, ഈ ശബരിമലയിൽ അയ്യപ്പ സംഗമമൊക്കെ അയാൾ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ആ പാർട്ടി എവിടെ ചെന്നെത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി ദുരന്തം ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് ചെയ്തത്. പക്ഷേ ഇതിനെ ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു മുന്നണിയാണ് നിരത്തുന്നെങ്കിൽ ഇത്രമാത്രം പോവോ? അത് ഒരു എതിർച്ചോദ്യം ഉന്നയിക്കപ്പെടുന്നില്ല. അത് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലേ. വേറൊരു ഘട്ടത്തിൽ അതല്ല, എതിർചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നില്ലാത്ത രീതിയിൽ എന്താ പറഞ്ഞ കാസ്ട്രേറ്റ് ചെയ്ത് നിർവീര്യരാക്കി കളഞ്ഞു. അതിൻ്റെ ഒരു അകത്തെ അണികളെയും നിർവീര്യരാക്കി അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ നിർവീര്യമായി പോയി കഴിഞ്ഞ സമയത്ത് ആണ് ഈ കൂട്ടായ്മ ഉണ്ടാവുമായിരുന്നെങ്കിൽ, ഇത് വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ കയ്യിലേക്ക് കേരളം വലിയ താമസമില്ലാതെ പോകുമായിരുന്നു.
പക്ഷേ ഇപ്പം ചില വ്യത്യാസങ്ങൾ കാണും. നിങ്ങൾ കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ ഈവൻ നിങ്ങളുടെ കൊല്ലം വരെയുള്ള പല സ്ഥലങ്ങളിലും CPM നിരന്തരമായിട്ട് ഒഴിച്ചു പോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് അതൊരു വലിയ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന്, രാഷ്ട്രീയ മാറ്റത്തിന് തുടർച്ചയായിക്കൂടായികയില്ല. ഇനി അത് ഉറപ്പില്ല. പക്ഷേ ആ ഒരു ശക്തമായ എതിർപ്പ് അകത്ത് തന്നെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനൊരു തട വന്നിട്ടുണ്ട്. അത് BJP മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്കാണ് ഏറെക്കുറെ പോവുള്ളൂ. അല്ലെ കോൺഗ്രസുമായിട്ടുള്ള അതിശക്തമായ വിയോജിപ്പാണ് ഉള്ളത്. പക്ഷേ അതിനൊരു തടസ്സം വന്നിരിക്കുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ എമർജൻസി വലിയൊരു ഫാക്ടറാണ്. അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയും പലതരത്തിലുള്ള വളരെ പുരോഗമനപരമായ ഐഡിയാസ് പറയുന്ന ഒരാളെന്ന നിലയിൽ നാഗരിക വോട്ടേഴ്സും യൂത്ത് പുതിയ ചെറുപ്പക്കാർക്കും ഒക്കെ ഒരു താല്പര്യം വരികയും എന്തോ രീതിയിൽ തടഞ്ഞു നിൽക്കുക, അവർക്ക് ഒരു തടഞ്ഞു നിൽക്കുന്ന അത് BJP ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളെ പറ്റിയിട്ട് സങ്കല്പം വന്നിട്ടുണ്ട്. അതൊരു കാര്യം. അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മുന്നേറ്റവും വളരെ ഗുണകരമായിട്ടുണ്ട്. അപ്പം ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോൾ അവർ വെച്ചിരുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പം ഇതായിരുന്നു: ഞങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നതോടുകൂടി, അല്ലെ 10 വർഷം രണ്ടാം തിരഞ്ഞെടുപ്പോടുകൂടി 2 സംഭവങ്ങളുണ്ടാവും. ഒന്ന്, അവർ പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഐക്യമുന്നണി കൊണ്ടുപോകാൻ ശേഷിയില്ലാത്തവരായി മാറി, അതിൻ്റെ മുന്നണി സംവിധാനം തകർന്നാണെന്നുള്ളതാണ് അവരുടെ പ്രമേയം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് പരാശ്രയം, അവർക്ക് അധികാരമില്ലാതെ നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ തകർന്നു പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്നില്ലേ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ആ സംഘടന മൊത്തം വരികയോ അതിൻ്റെ നേതാക്കന്മാർ കാലുമാറി ഇങ്ങോട്ട് വരും. ഇതായിരുന്നു സംഭവിച്ചില്ല. പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പരാജയം അവർ സമ്മതിക്കുന്നു. ഇതുവരെയായിട്ട് അവർ ചർച്ച ചെയ്യുന്നില്ല. ഇത് സത്യമായിട്ട് അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അവർ ഇതുവരെയായിട്ടും ചർച്ച ചെയ്തില്ല. മറിച്ച് അവർ ചെയ്യാൻ നോക്കിയത് എന്താണ്? BJPക്ക് BJP പുലർത്തിയ, അതായത് നരേന്ദ്രമോദി ചെയ്ത അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ പ്രവർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമം നടത്തി. ഈ ശ്രമം എന്ന് പറയുന്നത് അതിശക്തമായ, വളരെ ചെറുതാണെങ്കിൽ പോലും ദലിത് മേഖലയിൽ നിന്നും മുസ്ലിം മേഖലയിൽ നിന്നും പിന്നോക്ക മേഖലയിലെ കൗണ്ടർ നറേറ്റീവ്സ്, ശക്തമായ കൗണ്ടറുകൾ രൂപപ്പെട്ടപ്പോൾ അത് ഏറെക്കുറെ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ പരാജയപ്പെടുക എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പൊ കണ്ടുപിടിക്കും. അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അത് കൂടുതൽ ശക്തിയായിട്ട് വരാനാണ് സാധ്യത. ഒരുപക്ഷെ കേരളം ഒരു മാറ്റത്തിലേക്ക് പോകുക. അതിൽ ഇപ്പം ചലിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, ഐക്യമുന്നണി തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനോടാണ് നമുക്ക് ധാർമ്മികമായിട്ട് ഐക്യപ്പെടാൻ കഴിയുള്ളൂ. അപ്പം അത് നമ്മൾ കോൺഗ്രസ്സുകാരനാവുന്നതുകൊണ്ടോ ഒന്നുമല്ല, അവരെ പ്രതീക്ഷിക്കുന്നുമുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ് മുസ്ലിം സമൂഹത്തിന് പെട്ടെന്ന് പിടികിട്ടിയതാണ്. കാരണം അഖിലേന്ത്യാ സാമൂഹ്യ സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവരുടെ സംഘടനകൾ ഏറെക്കുറെ ഐക്യപ്പെട്ടാണ് നിൽക്കുന്നത്. അത് താഴേക്കിടെ മറ്റു സമൂഹങ്ങളിലേക്കും വരുന്നു ചില ലക്ഷണങ്ങൾ കാണാൻ വരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ദലിതരാണത് പഠിക്കേണ്ടത്. ദലിതരുടെ ഇടയിൽ നമ്മൾ ആർക്കും ഷുവർ വോട്ട് ബാങ്ക് ആവരുത്. നമുക്ക് നമ്മുടെ വോട്ട് മാറിയും മറിഞ്ഞും നമുക്ക് താല്പര്യം അനുസരിച്ചും മാത്രമല്ല നമ്മുടെ പോസിബിൾ ആയിട്ട് കൊടുക്കുക, ധാർമ്മികമായിട്ട് അങ്ങനെയുള്ള ഒരു ധാർമ്മിക ചിന്തയിലേക്കും ഒക്കെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന 3 മുന്നണി, അതായത് ഈ എമേർജിങ് ആയ ഫാക്ടർ വരാൻ പോകുന്നത് BJP ആയിരിക്കും. ഇവരെ 2 പേരെയും തകർത്ത് BJP വരുമെന്നുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റത്തിന് തടസ്സം വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ഘടകങ്ങൾ, ഈ കീഴാള ഘടകങ്ങൾക്ക് വളരെ ശക്തമായ പ്രാധാന്യമുണ്ട്. വളരെ സന്തോഷജനകമായിട്ടുള്ള ഒരു പ്രതീക്ഷാജനകമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് താങ്കൾ നൽകിയത്. വളരെ നന്ദി ബാബുരാജ്.